അതെന്താ ബാബുസേട്ടാ സമയം കളയാൻ വേണ്ടി ടൈം എത്ര ഉണ്ടോ വരയ്ക്കാൻ? 140 സെക്കൻഡ്. ധാരാളം സൂപ്പർ മാപ്പ് കേട്ടാ പറയാതിരിക്കാൻ പോയി. കളർ അടിച്ചൊന്നും പുഴുക്കുന്നു. സാമാനം പൊങ്ങാത്തത് പൊങ്ങങ്ങട് സാമാനം രണ്ട് കണ്ടേഴ്സ് അതോ ഒരാളാണ്? രണ്ടുപേര്. സമയമില്ലല്ലോ കേട്ടോ. ആണോ ഇത് കൊള്ളാം. ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കും രണ്ടുപേരെ വെച്ചോണ്ടൊക്കെ. നന്നായി വെയിറ്റ് അടിച്ച സത്യം പറഞ്ഞ ആള് കൂടുമ്പോഴല്ലേ ഹണ്ടേഴ്സ് കൊറേ ഉണ്ടത്. പെട്ടെന്ന് കണ്ടുപിടിക്കല്ലോ, അത്ര ആൾക്കാരില്ലേ. എന്തോരം കളർ അടിക്കണ സാധനത്തിനെ കണ്ടിട്ട്. അത്രേ ഉള്ളു. അയ്യേ ഇതെന്ത് കളറ്? അയ്യോ ഇതിന്റെ കളർ എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. ഇത് ടൂ ബാഡ്. പൈസ അടിച്ചിട്ട് നോക്ക്. അടിച്ചു എല്ലാം നോക്കി കഴിയാം. ചില സാധനത്ത് കിട്ടായിച്ചിരി വള്ളിയാണ്. അതെന്താന്നറിയാവോ? അത് ഷാഡോയില് നിക്കുന്നുണ്ട്. നിങ്ങൾ ഷാഡോ കളർ അടിക്കുന്നുണ്ട്. പുറത്തിറങ്ങി അടിക്കണം. ഷാഡോ കളർ എന്ന് പറഞ്ഞാ നമ്മള് നിക്കുമ്പോ ഒരുപാട് ഡാർക്ക് ആയിട്ടിരിക്കത്തില്ലേ? അതിന്റെ സെയിം കളർ കുറച്ച് നീക്കി ബ്രഷ് കൊണ്ടുപോകുമ്പോ അതിന്റെ കളർ കറക്റ്റ് ആയിട്ട് വരും. പ്ലസ് എഫ് അടിച്ചിട്ട് നീ ഓഫ് ആക്കിട്ടാ മതി. ഷാഡോ ഓഫ് ആവും. കളി തുടങ്ങി. എന്തിന്? അയ്യോ എഫ് അടിച്ചിട്ട് മേളിലൊക്കെ നോക്കും. മേളിലൊക്കെ നോക്കല്ലേ. ഇതാണ് ഡിഫോൾട്ട് പ്രൈസ്. അണ്ണോ മേടിന്ന് നോക്കാം. ഒന്ന് ഊതേ. ഒന്ന് എല്ലാരും ഈ ഊത്ത് വന്നിരിക്കുന്നതിനാ നിങ്ങക്ക്? നിങ്ങൾ രണ്ടുപേരില്ലേ കണ്ടുപിടിക്കേണ്ട കഴിവുള്ളവര്? മൂന്നുപേരായി. അയ്യോ അണ്ണാ അങ്ങനെ കൊല്ലണ ആൾക്ക് 200 രൂപ ഒപ്പ് ചെയ്തേക്കണേ. വിസിലടി വിസിലടി വിസിലല്ല വള വിസിലടിക്കും, കൈ അടിക്കും, അണ്ണനെ അടിക്കും. 539 ഹാർട്ട് ബീറ്റ് ഒക്കെ അവിടെ ആരുടെ അടുത്തുണ്ട്. ജോക്കി നിങ്ങൾ അടുത്തുണ്ട്. ജോക്കിനെ പിടിടാ. വേറെ ആരെയൊക്കെ വെടിവെക്കുമ്പോ നമുക്ക് എന്താണ് വെടിവെക്കാൻ സെക്കൻഡ് ഭയങ്കര കൂടുതലാട്ടോ കണ്ടുപിടിക്കാൻ. റിബലിനെ കിട്ടിയോടാ? റിബലിനെ കിട്ടിയോ? ഇല്ലല്ലോ.
കണ്ടുപിടിച്ചേ കണ്ടാണോ ആരും പാസ് ചെയ്തപ്പോ ജോക്കിയുടെ ഫസ്റ്റ് ജോക്കിയുടെ അടുത്താണ് ആരോ ഉണ്ട് കേട്ടോ. അപ്പൊ ജോക്കിയുടെ അടുത്ത് ആരോ ഉണ്ടല്ലോ. ജോക്കിയുടെ പോയിന്റ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണല്ലേക്ക്. ജോക്കി കൊറേ പോയിന്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ജോക്കി അണ്ണൻ ഊത്തൊന്ന് ഊതേണ്ണ. എന്റെ ഊത്തില്ലടാ. ഓട്ടോമാറ്റിക് ഊത്ത് വയ്ക്കാനാണ് ഇത് ഭയങ്കര എനിക്ക് ഊത്ത് വന്നില്ല. ഊത്ത് വന്നില്ല എനിക്ക്. ഞാൻ തിരിയാ എനിക്ക് ഊത്ത് വന്നില്ല. കള്ള സർ കേട്ടാ എനിക്ക് ഊത്തില്ല. ഊത്തില്ലാത്ത ഞാൻ എങ്ങനെ ഒന്ന് വെക്കാൻ? ഊത്തില്ലാത്ത ഞാൻ എങ്ങനെ ഒന്ന് വെക്കുന്നത് എങ്ങനെയാണ് എനിക്കത്? പറഞ്ഞ അണ്ണ ഞെക്കോടാ. ജോക്കിനെ കണ്ടുപിടിക്കണേ ഞാൻ ഊത്ത് വെക്കാം. ജോക്കിനെ കണ്ടേ ഞാൻ ഊത്ത് വെക്കും. ജോക്കിനെ കണ്ടുപിടിക്കണേ ഞാൻ ഊത്ത് വെക്കാം. ജോക്കിനെ കണ്ടുപിടിക്കാൻ ഊത്ത് വെക്കാം. നിങ്ങളുടെ അടുത്ത് ആരെവിടെ എടുത്തോ 1000 എത്രയൊക്കെ അവന് നിങ്ങളുടെ 3 പേർക്ക് എടുത്താടാ. നിങ്ങളുടെ ഗോഡിന്റെയും ഒക്കെ എടുത്താ. കള്ളക്കളി. ഗോഡ് വെച്ച 200 രൂപയ്ക്ക് വെച്ചടിച്ച് ഗോഡ് തരുവില്ലറ പൈസ. കള്ളക്കളി ഹാർട്ട് ബീറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഹാർട്ട് ബീറ്റ് കൂടി അത് ചെടിച്ചട്ടിയിലൊക്കെ നോക്കി പോരാ മതിലൊട്ടി കാട്ടു വെച്ച പൈസ അയച്ചോ കള്ളക്കളി ഇല്ല 1 രൂപ തരില്ല. 10 പൈസ തരൂല. ജോക്കിക്ക് 1000 മതിലൊക്കെ നോക്കണം. പോയിന്റ് കൂടുതൽ എവിടെ നോക്കി ചെല്ലുമ്പോ ആകാശ് ജോണിനെയൊക്കെ പിടിച്ചോണ്ട് പോയി. ജോക്കിയുടെ പോയിന്റ് കൂടുന്നുണ്ടല്ലോടാ. ആരും അടുത്തുണ്ടല്ലേ? എടാ നിങ്ങളടുത്താണോ? ജോക്കിയുടെ പോയിന്റ് കൂടുന്നുണ്ടോ ഇപ്പൊ? അപ്പൊ ആരോ നേരത്തെ പോയപ്പോഴായിരുന്നല്ലോ അടിച്ചത്. ആരോ പോയപ്പോ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെയാണ് ജോക്കി നിൽക്കുന്നത്. ഇവിടെ എവിടെ ഉണ്ടെന്ന് ജോക്കി. ലോലിപോപ്പി നോക്കടാ. ഇപ്പൊ 500 ഇവിടെ എടാ നിങ്ങളുടെ ഇങ്ങോട്ടൊക്കെ പോയ മണ്ടന്മാരൊക്കെ പൊട്ടന്മാരാ. 2 പേരുണ്ടല്ലോ. ഇനി ഒരാളൂടെ ഉണ്ടല്ലേ? അകത്താ എന്റെ അളിയാ. നമ്മള് പറഞ്ഞു ചെയ്തിട്ടുണ്ടേ. കള്ളക്കളി ആയിരിക്കും. പൈസ ജോക്കിയൊക്കെ പോണോ? ജോക്കി പോണോ? മുടിയെട്ടാ പോണെന്ന് പറഞ്ഞു. ഓക്കെ പോവാ. ബാക്കിയുള്ളൊരു കളി ബാക്കിയുള്ളവര് കണ്ടുപിടിക്കുന്നത് തന്നെയാണ് പാട്. കളിക്ക് ഒളിക്കാനാണ് എളുപ്പം കേട്ടോ. എന്റെ വൃത്തികെട്ട വരപ്പായിട്ട് പോലും ഞാൻ എന്റെ വൃത്തികെട്ട വരപ്പ് വെച്ചിട്ട് ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. റാൻഡോ ആണ്. നമ്മള് ബാക്കിയുള്ളവർ കുഞ്ഞു മാപ്പ് കിട്ടണേ വലിയ മാപ്പ് ചേച്ചി. എവിടെ പോയി ഇരിക്കും ഞാൻ? സൈഡിൽ കിടക്കടാ. നമ്മളെ കണ്ടുപിടിക്കുന്നില്ലല്ലോ. പുള്ളി പോവാൻ പറ്റില്ല. അവിടെ കടന്നാലോ? വിളിക്കും പറയത്തല്ലോ എങ്ങനെ പൊങ്ങുന്നേ? അവിടെ വിളിക്കാ. 66 സെക്കൻഡ്. ഇതൊന്നും തിരിഞ്ഞു.
ഈ ബെറീഡ് കാണിക്കുന്നതാണ് ശല്യം. നടക്കൂല. എടാ വരല്ലേച്ച് വരല്ലേ ഒരു മിനിറ്റ്. ഫ്രണ്ട് അടിക്കണില്ലേ? സ്ക്രോൾ ബട്ടൺ ഞെക്കി പിടിച്ച് ക്യാമറ തിരിക്കുക എന്നിട്ട് ഫ്രണ്ടിൽ തടി. സ്ക്രോൾ ബട്ടൺ ഞെക്കി സൈഡിലേക്ക് നോക്കുമ്പോ ഫ്രണ്ടിലോട്ട് വരും നമ്മളെ ക്യാമറ. സ്ക്രോൾ ചെയ്യുന്ന ബട്ടൺ ഞെക്കി എന്നിട്ട് ക്യാമറ മൗസ് ചരിച്ച് പെയിന്റിനകത്തുനിന്ന് അല്ല പുറത്തുനിന്നല്ല പെയിന്റിനകത്തുനിന്ന്. അയ്യോ ബ്ലൂ ഇത് എന്നെ പിടിക്കും കേട്ടാ, എന്നെ പിടിക്കും. വിപ്സി വി ഒന്ന് ഞെക്കി വിപ്സി. വീണ്ടും ഇതെങ്ങനെ ഇന്ത്യ മോഡൽ. എല്ലാ കുതിരേനെ ആദ്യം പോയി നോക്കണം. ഞാൻ ആദ്യം 4 അടി അടിച്ചു. Guys, first round whistle on 250 seconds. സൗണ്ട് ഇല്ലല്ലോ. എനിക്ക് സൗണ്ട് ഇല്ല കേട്ടാ. ഈ അടിച്ച ഹെഡ്സെറ്റ് ഓഫ് ചെയ്തോ നീ? അയ്യോ അയ്യോ ഇങ്ങനെ ബി ഉണ്ടല്ലേ? ബി 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 ആ അയ്യോ ഞാൻ അനങ്ങി. ഊമ്പി ബാരിയുടെ അപ്പൊ പോവും. എടാ ഊമ്പിയടാ, ഞാൻ കറക്റ്റ് ഇരുന്നായിരുന്നടാ കഷ്ടപ്പെട്ട്. വിസിലടിക്കോ എല്ലാരും? എല്ലാരും ദൂരെ ഇത് കൊറേ പേര് അടിക്കുന്നില്ല. ഉടായ്പ് ഉടായ്പ് അടിച്ച് എനിക്ക് ഇത്ര പേരുണ്ടായിട്ട് വിസിലടിക്കുന്നത് ദൂരെ. സത്യം അതാ ഡൗണ്. എല്ലാരും ഒരു സ്ഥലത്ത് ഇരിക്കണം. എടുക്കും. നീ ആരെങ്കിലും ഇപ്പൊ അടുത്തെല്ലാം ഞാനാണേ. അല്ലെ ഈ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. അതെന്തിനാ? ഒടിഞ്ഞ പിടി വെച്ചപ്പോ എന്റെ ജീവൻ പോയി. എടാ കുതിരക്കൊട്ടയൊക്കെ നോക്കണം, ചിലപ്പോ പറയാൻ പറ്റില്ല. എവിടെയോ ഏതൊരു അനക്കട്ടത് വീതി എന്താടാ ഞാൻ ഇവിടെ ചുമ്മാ ഇരി. മിണ്ടണ പോലും ഇല്ല ഒറ്റ. ആകാശത്തൊക്കെ നോക്കിക്കോ, ചിലപ്പോ പറയാൻ പറ്റൂലേ. ഹരീഷിന്റെ ഒക്കെ 453 എവിടെയാണ് വിളിച്ചിരിക്കുന്നത്? ബാരിക്കേഡൊക്കെ എല്ലാരും ഓടി നടന്ന് റാച്ച് ചെയ്യാട്ടോ. ഇപ്പൊ സരക്കിന് ഹാബിറ്റ് കൊടുത്ത് എടാ ഈ സരക്കിന് 100, ഈ 104, ഫ്ലഫി സരക്കിന് ഉണ്ടല്ലോ, 104. ഫ്ലഫി ഉണ്ടല്ലോ, ഫ്ലഫി മറ്റേ ഇടയെ കേറി ഇരിക്കുവേ, നോക്കണേ. ഗോടെ നിന്റെ അടുത്തോട്ട് കേട്ടോ സരക്ക്. എന്റെ അടുത്താണ് തിരക്കണ്ടത്. ഫിഫി ഫിഫി ഹാർട്ട് ബീറ്റ് അവർക്ക് അപ്ഡേറ്റ് ആവത്തേ ഉള്ളൂ പയ്യെ പയ്യെ. ഫിഫി പറഞ്ഞു കൊടുത്ത് അവര് കണ്ടുപിടിച്ചോണ്ടിരിക്കും. അവർക്ക് ഓരോ ടൈം ഇന്റർവെല്ലിനെ അപ്ഡേറ്റ് ആവത്തുള്ളൂ. ഇതൊക്കെ എന്തൊക്കെ വിവി പറയുന്നത്? ഒരു ലോജിക്കും ഇല്ലാതെ. സപ്പോർട്ട് ഒന്നും എന്റെ വക. നമുക്കാണ് റിയൽ ടൈം ആയിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തന്നെ ഇത് മൂഞ്ചി പോയല്ലോ ഞാൻ. ആണോ ആരെ പിടിച്ചേ? എന്നെ പിടിച്ച് എന്നെ പിടിക്കടാ. അടിക്കാൻ നിൽക്കുന്നടാ. ഇപ്പോഴത്തെ ഈ വര കൃത്യം സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാൻ എന്താ ചെയ്യണ്ടേ? അത് കഴിവ് വേണം. ബാബു കനങ്ങാതിരി ബാബു. ബാബു ബാബു കളിയിലുണ്ടോടാ ബാബു? വിട്ടുന്ന പോലും ഇല്ല, വിട്ടുന്ന പോലും ഇല്ല. എടാ നമുക്ക് ഈ അപ്പുറത്തെ ബാക്കിയുള്ള ഈ ഇവരെ സ്പെക്ക് ചെയ്ത് ഏത് ബട്ടനാണ്? അത് 5 നമുക്ക് 4 അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക്, റൈറ്റോ ലെഫ്റ്റോ അടിച്ചു. 5 വെക്കിട്ട് റൈറ്റ് ക്ലിക്ക് എത്തിക്കാൻ മതി അവരെ. അയ്യോ ഞാൻ വിസിലടിച്ചത് വന്ന് എന്നെ അടിച്ചല്ലാ. വിസിലടി, ആണോ ഇതാണോ വിസിലടി? വിസിലടി
അവ എന്തൊക്കെയാടാ വെച്ചൊക്കെ വെടിവെക്കുന്നുണ്ടല്ലോ ലോകത്ത് മൊത്തം. ഇത് ഇത്തവണത്തെ ഇച്ചിരി എല്ലാവരും ഇച്ചിരി പാട് കിടന്നുണ്ട് കേട്ടോ കണ്ടുപിടിക്കാനായിട്ട്. ആരെയും കണ്ടുപിടിച്ചില്ല. കുറച്ചൊക്കെ പഠിക്കുന്നത് എല്ലാരും വെല്ലുവിടയിലൊക്കെ പോലെ സ്പോർട്സിനെ പിടിച്ചല്ലേ, സ്പോർട്സിനെ പിടിച്ചു. ആകാശ് ജോഡിനെ പിടിച്ചു. അത് കിടുന്നതല്ലേ അണ്ണൻ എവിടെ അതെ ഞാൻ ഇച്ചിരി വിഷയമല്ലടാ. എന്നെയൊക്കെ കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റൂ. എന്നെ കണ്ടുപിടിക്കാനൊക്കെ ഇച്ചിരി ഇവര് എന്നെ കണ്ടുപിടിക്കാനൊക്കെ ഇവര് ആയിട്ടില്ലടാ. അടിച്ചോണ്ടിരിക്കുക ഇവിടെ. അടിച്ചോണ്ടിരി ഇപ്പൊ വരെ ഇതാ വരുന്നു. അയ്യോ അണ്ണൻ വിസിലടിക്കുന്നതാണ് അക്രോസിനകത്ത് കയറിയിരിക്കുന്നത്. എന്റെ ഫോട്ടോ നോക്കണേ എന്നിട്ട് എന്റെ ഫോട്ടോ നോക്കിയാ മതി. എന്റെ നോക്കിയാണ് എന്റെ തല നോക്ക്. എന്റെ മേടെ കൂടി ഇത്ര നേരം ഓടിയെന്നറിയാം ഓരോരുത്തര്. എന്റെ അടിയോ സ്പോർട്സിനെ കണ്ടു എടാ SRK ഇവിടെ ഇല്ല. ഈ ബിൻഷു എന്റെ ഫ്രണ്ട് കൂടി 2-3 വട്ടം ഓടിയടാ വണ്ടി. എന്നെ എത്ര വട്ടം SRK എവിടെ? സ്ഥലമുണ്ടാടാ ഇവിടെ ഒളിക്കാൻ വേണ്ടിട്ട്. ഒരുത്ത ഇറച്ചിയായിട്ട് കയറിയിരിക്കുന്നത്. ഒരുത്ത ഇറച്ചി ക്ലഫീടെ ഉണ്ടോ? അവൻ കറക്റ്റ് എക്സിറ്റ് എന്നൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടാവും. ഫ്ലഫിയുടെ കണ്ടില്ല പ്രാവശ്യം ഞാൻ നെക്സ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫ്ലഫീടെ എക്സിറ്റ് ഓട്ടോ വിസിൽ ഓടാക്കി നെക്സ്റ്റ് വായിച്ചത്. ഫിഫി ഫിഫി എന്നെ എങ്ങനെ കണ്ടുപിടിച്ച കണ്ടോ? ഓട്ടോ വിസിൽ ഓക്കെ ഓണാക്കാം. 35-40 സെക്കൻഡ് ഓണാക്കാം. ഓക്കെ ആണ് 30 സെക്കൻഡിൽ ഒരു ഓട്ടോ വിസിലാണ് 30 സെക്കൻഡിൽ. അല്ല വിസിലൂടെ അനങ്ങാൻ നിന്ന് കഴിയുമ്പോ അറിയാൻ പറ്റുമല്ലേ? അല്ലല്ല ഹോണല്ല വിസിലടിക്കുമ്പോ സൈഡിൽ നിന്ന് എവിടെ സൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതീശ്വരൻ അടിക്കാം വാ. ടൈം കൂട്ടാൻ എന്ത് ഞാൻ നോക്കിയപ്പോ ബാബു മതിൽമ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിച്ചേ? എനിക്ക് കാണാൻ പറ്റി. അണ്ണാ കറക്റ്റ് ആയില്ലല്ലേ? എന്റെ അട്ട പന്തേ ഡോണണ്ണ അണ്ണാ വെൽക്കം ടു ദ സ്ട്രീം. ഇത് താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ് അണ്ണാ. വാ ഓടി എടി അലീനെ അലീന വന്നാ ക്യൂട്ട് നിക്ക് ഇരിപ്പുണ്ടോന്ന് വലിക്കോ നീയാണ്? നമ്മ അലി നമ്മ അലി ക്യൂട്ട് നിക്ക്. അതിന്റെ പേര് വേറെ എന്താണോ തോന്നുന്നു. ഇല്ല ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലോ ക്യൂട്ട് നിക്ക്. വലിക്കുന്ന പറഞ്ഞ മെസ്സേജ് ആണോ? താഴെ വല്ലതും ഉണ്ടോ നോക്കിയേ. 100 സെക്കൻഡ് തീരാറായ സമയം. അയ്യോ 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 ഇവിടെ ബാത്റൂം ഉണ്ടായിരുന്നില്ലേ ഒരെണ്ണം? അതെവിടെ? വല്ലാത്ത വിപ്സി ലെഫ്റ്റ് ആയി. നെറ്റ് പോയി. അവൻ കഴിവില്ല, അവൻ ലെഫ്റ്റ് ആയി. സത്യം. അപ്പൊ നോക്കോ, എല്ലാത്തിനും തൂക്കിയടിക്കും. ഇത് പറഞ്ഞുതരോ? അലീന വന്നിരുന്നെങ്കിൽ പെട്ടെന്ന് ഒരാളെ കണ്ടുപിടിക്കായിരുന്നു. ഇച്ചിരി പാടാണേ. ഇല്ല, ബുദ്ധി വെച്ചിട്ട് കുറച്ച് എളുപ്പമാ അലീനയുടെ. അലീനെ ഇവർക്കേടാ സിറ്റിയില് നീ ഇല്ലാത്ത സമയത്ത് ഇച്ചിരി ഊക്കലൊക്കെ ഉണ്ട്. എന്നെ ഇച്ചിരി ഊക്കലൊക്കെ ഉണ്ട്. എന്നെ ഒറ്റയ്ക്ക് കിട്ടുന്നോണ്ടാടാ. എന്നെ ഒറ്റയ്ക്ക് കിട്ടുന്നോണ്ട് ഇച്ചിരി കളിയാക്കലൊക്കെ ഉണ്ട് നമ്മള്. കുറച്ചുകൂടെ ടൈമൊക്കെ തരാറുണ്ട. അയ്യോ 140 മിനിറ്റ് ഒക്കെ ഭയങ്കര ധാരാളം. വരയ്ക്കാൻ ടൈമില്ല, വരയ്ക്കാൻ ടൈം കിട്ടുന്നില്ല. This is too bad. ഇത്രയും സമയം കിട്ടിട്ടോ. ബാബുക്ക് ഭിത്തിയിൽ നേരെ കേറി അങ്ങ് ഇരിക്കും. ഞാൻ വരയ്ക്കുകയും കൂടെ വേണ്ട. അതെ, അല്ലെങ്കിൽ നമ്മളെ ഭിത്തി തേക്കലാണല്ലോ നിങ്ങളൊക്കെ പരിപാടി. ആരാ ഈ പറയണേ? മതി എല്ലാരും വരച്ച മതി. തെറ്റി സർക്കണം വരച്ച തെറ്റിയേ ഞാൻ കണ്ടുപിടിക്കേ. ലൈവ് എടുത്തപ്പുറത്തെ ചിരിപ്പുണ്ട് കേട്ടോ. പാനിക്കാക്കണതാ തെറ്റാൻ വേണ്ടിട്ട്. ഏറ്റവും അവസാനം കണ്ടുപിടിക്കുന്നത് SRK ആയിരിക്കും. കാരണം അവൻ നമ്മളോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ആരെയും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, തെറ്റിക്കും. ഫസ്റ്റ് കണ്ടുപിടുത്തം. എന്നെ വെടിവെച്ചോ. ഞാൻ ആദ്യമേ നിന്ന് തന്നിട്ടുണ്ട്. വെടിവെച്ചോ, എന്നെ പിടിക്കും എന്തായാലും. ഇതിന്റെ സ്ഥലം എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എന്നെ പിടിക്കും എന്തായാലും.
പിടിക്കില്ലേ രക്ഷിക്കണേ. ഞാൻ ട്രൈങ് ടു സേവ് പക്ഷെ നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഓ വിസിലടിച്ചേ ആരോ അത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട്. അതല്ലേ എന്റെ ഒരു ലക്ക്. അല്ലല്ല അത് എനിക്ക് പെയിന്റ് അടിക്കാൻ പറ്റിയില്ലടാ. ഞാൻ അവിടെ വന്നിട്ട് ഇരിക്കാൻ നോക്കിട്ട് വലിയ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നതാ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടും. ഫ്ലഫി ഭിത്തിയിലൊട്ടിയിരിക്കുന്നു ഫ്ലഫിയൊക്കെ. സമ്മതിക്കുന്നില്ല. കഴി വേണം ബ്രോ കഴിവ്. അതാ കക്കൂസ് തീട്ടോട്ട് കിടക്കണം അലീന. അത് കേറില്ലേ? ബാബു ചേട്ടന് ഓ ഇവിടെ ആയിരുന്നല്ലേ ആ ബാബു ചേട്ടൻ നിങ്ങൾ കളിക്കാൻ എനിക്ക് ഇച്ചിരി ഇപ്പോഴൊരു കാര്യം ഓർത്തു. ഇല്ല അത് പറ്റൂല. വിസിലടിക്ക് വിസില് തന്നെ അടിക്കും ചേച്ചി. 30 സെക്കൻഡ് കക്കൂസിന്റെ ഇടയിൽ ആരും ഉണ്ടാ? എടി പയ്യ എണീര്. അത് ഇവിടെ ഒരുത്തരൂടി ഉണ്ടോ തോന്നുന്നു. ബാബു ചേട്ടൻ എങ്ങനെ നിക്കുന്നേ ചേച്ചി അത് ബഗ്ഗായതാ. കളർ അടിക്കാതെയോ? 30 സെക്കൻഡ് ഇടണ്ടായിരുന്നു. 30 സെക്കൻഡ് പെട്ടെന്ന് വിസിലടിക്കുക. അല്ലാണ്ട് വിസിലടിക്കാൻ പറ്റൂ കേട്ടോ. ഇവിടെ ഉണ്ടാ? ഇല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേ, വേറെ ആൾക്കാരെ കണ്ടുപിടിക്കണം. ആകാശൂട്ടനെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. നിങ്ങള് കുറച്ചധികം പാടുള്ളൂ. കണ്ടുപിടിച്ച് കള്ളൻ. അതെ 30 സെക്കൻഡ് ഉള്ളു. പെട്ടെന്ന് വിസിൽ വരും. അടുത്തോടെ ഓടി അപ്പൊ വിസിൽ തന്നെ പെട്ട് അണ്ണി എവിടെയാടാ? പൊളിച്ചിരിക്കുക ഈ സ്പോട്ടെ. എടാ ആണോടാ? ഞാൻ രശ്മി ചേച്ചിയുടെ സ്പോട്ട്. അവിടെ അയ്യോ അപ്പൊ ഓടി നടക്കുമായിരിക്കും. സ്പോട്ട് ഈ റൂമിലില്ല ഇവിടെ. എനിക്ക് കണ്ണൊന്നും കാണുന്നില്ല. എന്തോ ഇത്? ഇനി ഇത്ര നേരം ഉണ്ടല്ലേ? നീ പെട്ടടാ. 150 സെക്കൻഡിൽ 4 വിസിൽ വരും. ഫ്ലഫി എന്റെ അടുത്ത് എത്ര പേരാ നോക്കുന്നത്? ഒരു കുടുംബം ഇവിടെ മൊത്തം. ഇതെന്തോ ഒരുത്തിനോട് ബഗ്ഗായിരിക്കുന്നേ? ആ ഇതാര് കണ്ടുപിടിച്ചാണ്? ഇനിയിപ്പോ ആരെയാ ബാക്കിയുള്ളത്? ഞാനും വേറെ ഒരാളും ഉണ്ട്. അതാരാ? പോലും ഇല്ല കേട്ടോ. രണ്ട് സൈഡിൽ നിന്ന് അടിച്ച് കേട്ടോ. അതെവിടെ ഒന്നുകൂടി വിസിലടിക്കണേ. രണ്ടും ഇമ്പോസിബിൾ. ഇവൻ ഇവിടെ വിളിക്കാനുള്ള ഉണ്ടാവുള്ളൂ. ഈ നോക്കട്ടെ. സമയത്ത് വിസിലടിക്കും മിക്കാറും ഫ്ലഫി. അല്ലല്ലേ ഫ്ലഫി എടുത്ത് ഞാനില്ലേ പറഞ്ഞ കള്ളത്തരായിരുന്നു. ഇവന്മാർക്കൊന്നും പോയിന്റ് കൊടുത്തില്ലല്ലേ? അതൊക്കെ പാസ് ചെയ്തിട്ടില്ല ഇതുവരെ നമ്മളെ കാര്യം. ഒരുത്തനെ കിട്ടി ഭാഗമായിട്ടിരിക്കുന്നത്. ഈ സ്പോർട്സിന്റെ സ്ഥലം കണ്ടിട്ടുണ്ട്. ഇവിടെ ആരും ഇല്ലടാ. ഈ സ്പോർട്സ് ഞാൻ സ്പെക്ട് പിടിച്ചാ എടാ എല്ലാണ്ണാണ് എനിക്ക് മനസ്സിലായി. ഇവിടെ അല്ല എല്ലാണ്ണ ഇതുവഴി വേറെ എവിടെയൊക്കെയാണ്. ഒരുത്തരം കൂടെ ഉള്ളു. അണ്ണിയും കൂടെ ഉണ്ടോ? ആ പക്ഷെ അവന്റെ ഇപ്പൊ അടിക്കും. പിടിച്ച് എല്ലാത്തിനെയും പിടിച്ചടാ. അത്രേ ഉള്ളു. ആ ഉച്ചല്ലേ പിടിച്ചത് ഞങ്ങള് കുറച്ച് വിസിലടിച്ചില്ലെങ്കിൽ എന്നെ പിടിക്കുന്നതായിരുന്നു. വിഷയമായിരുന്നേ ആ വാ അലീലെ വാ. അലീലെ വേഗം കേറ്. കുറച്ച് ഉണ്ട ബാക്കിയുണ്ട്. 2 പേര് ടുട്ടു 1 2 3 4 ഇൻഫെക്ഷൻ മാറ്റുന്ന. എടാ ഇൻഫെക്ഷൻ മാറ്റണോ? ഈ 2 പേര് തന്നെ വെച്ച് ബാക്കി മൊത്തം കണ്ടുപിടിക്കുന്ന രീതിയാക്കാം. അതല്ലേ നല്ലത്. ഇൻഫെക്ഷൻ വേണ്ടല്ലോ. വേണോ? അത് കുറച്ച് പാടുള്ളൂ. അല്ല പാടായിരിക്കും പക്ഷെ എന്നാലും നൈസായിരിക്കും. അണ്ണാ ഒരു റൗണ്ട് നോക്കാം. ടൈം കിട്ടുവാ? ടൈം കിട്ടുമോ? ടൈം കൂട്ടാ 300 എന്നുള്ളത് 420 സെക്കൻഡ് 7 മിനിറ്റ് ആക്കിയിട്ടുണ്ട്. 2 മിനിറ്റ് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ എന്തിനാണ് പിന്നെ എന്താണ് പറഞ്ഞത്? ഇതിന്റെ പേരെന്താണ്? സമയം 35-40 ആക്കി. ഇനി ഇൻഫെക്ഷൻ വേണ്ടല്ലേ? ബേസിക് ഡബിൾ എന്തിനാണ്? ഹരീഷ് കേറു കണ്ടുപിടിക്കൂ. ഓക്കെ ഞാൻ ബേസിക് ആക്കിയിട്ടുണ്ട്. വേണ്ട ഇതാണ് ഫണ്ണെന്നാ. അല്ല ഒരു കളി നോക്കാം. ബേസിക് ഇട്ടിട്ട് എങ്ങനെയാണ് നോക്കാം. ബാബാ സ്റ്റാർട്ട് ചെയ്യണേ. എല്ലാരും കേറിയാ? ഓക്കെ സ്റ്റാർട്ട്.
അലീന കയറി അലീനെ ഒന്നുണ്ട് ഞാൻ അലീനയുടെ പേര് നോക്കുക എലീന എവിടെ ഇതില് ഹായ് ആ കപ്പ് കേക്ക് ഓടി എടുക്കണേ കൈ നോക്കി പറക്കണേ. പെയിന്റിംഗ് ടൈം കൂട്ടാനാ അല്ലേ പെയിന്റിംഗ് ടൈം ഇത് മതിടാ ഇതിൽ കൂടുതലാക്കി വെച്ച് ഇച്ചിരി ബോറാ എടാ ഇവിടെ ഞാൻ അണ്ടറായടാ ഇന്ന് ഞാൻ വേടി സരക്ക് വിവിയേ നമുക്ക് തന്നെ കിട്ടിയല്ലോ കിട്ടിയല്ലോ വിവി മറ്റേ ഏറ്റവും ഇന്ന് മുതു 7 മിനിറ്റിൽ നിന്ന് വെടിയാണ് ഓടി കിടന്ന് വെടി എല്ലാത്തിനും ടീമേറ്റ്സിനൊക്കെ കാണിക്കും കേട്ടാ. കാണിക്ക്. അതെങ്ങനെയാ കാണിക്കുക? ഏതായാലും പെയിന്റ് അടിക്കാത്ത കാണിക്കോ? പെയിന്റ് അടിക്കാത്തവന്മാരെയൊക്കെ കിട്ടണേ ആദ്യമേ ഇടാവില്ല. ഇച്ചിരി എടാ ഇതില് ഒരുമിച്ച് നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. 2 പേർക്കൊക്കെ ഒരുമിച്ച് 3 പേർക്കൊക്കെ ഒരുമിച്ചിട്ടൊക്കെ തന്നെ ഒരു സംഭവം ഷേപ്പ് ഒക്കെ ഉണ്ടാക്കാം. അതൊക്കെ അറിയാം പക്ഷെ അതിനുള്ള സ്വന്തത്തിന് വരയ്ക്കാനുള്ള വഴിയേ ഇല്ല പിന്നെ സ്വന്തത്തിൽ വരയ്ക്കാനുള്ള കഴിവേ ഇല്ല അപ്പൊ പിന്നെ ഒറ്റയ്ക്ക് തന്നെ പടം വരച്ച് കഷ്ടപ്പെടും ഇവിടെ. എന്നെ പൊക്കും ഉറപ്പാണിക്ക്. എന്നാലും ചേച്ചി ഒരു കള്ളിയാണ്. പൊക്കൂന്നൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് ഈ അണ്ണാ എന്റെ പോയിന്റ്സ് എടുത്ത് തരേണ്ട അത് ഈ മാപ്പ് ആയിരിക്കും ഓ ഇത് നമുക്കെതിരായിരിക്കുമല്ലോ മൊത്തം കെമിലിയോട് ജയിക്കുമെന്നാണ് മൊത്തം നമുക്കെതിരാണല്ലോ മച്ചമ്പി അതെ അതെ ഇത് കണ്ടുപിടിച്ചതിന് വേഗം കണ്ടുപിടിച്ചിട്ട് ജീവന് കൊതിയുള്ളവന്മാരൊക്കെ നല്ല കൂടിയ സ്കെച്ച് ഇട്ടൊക്കെ വരച്ചോ ഇല്ലെങ്കിൽ ഞാൻ പൊക്കുവേ ഞാൻ ആ ഇഴഞ്ഞ് നടന്നു ഏതാ നക്കി മണപ്പിച്ച വരൂ എന്താ പറയണേ? ഞാൻ പട്ടിയാടാ ഞാൻ പട്ടികളെ പോലെ മണപ്പിക്കൂടാ അത്ര ഉള്ളണ്ണാ. പട്ടി തീട്ടത്തിനെ പട്ടി മണപ്പിക്കില്ല പക്ഷെ ഏട്ടാ മാറിന്നോ നീ നിനക്ക് കുഴപ്പമില്ല അപ്പൊ ഞാൻ ചേച്ചി അപ്പൊ നീ ജയിക്കും അവരത് മതി. എനിക്ക് പട്ടിത്തിട്ട് ഞാൻ പട്ടിത്തിട്ടാലും കുഴപ്പമില്ലെന്ന് ഞാൻ ജയിച്ചാദ്യം 37 സമയം കുറഞ്ഞു വരെയാണേ വരയ്ക്കാത്തവനൊക്കെ നേരെ വരച്ചോ ഹരീഷേ എന്റെ ഞാനെന്ന് പറഞ്ഞാണല്ലേ പിക്കാസ് വരയ്ക്കുന്ന പടത്തിൽ നിന്ന് വരെ തെറ്റ് കണ്ടുപിടിക്കുന്നവനാണ് ഞാൻ മനസ്സിലായ നീ അത്ര തലോടെ വരച്ചോടാം പിക്കാസ് ആരെന്ന് ചോദിച്ചേട്ടാ ഇങ്ങനത്തെ അടുത്ത കളി കളിക്കണ്ട ഇറങ്ങിക്കോ ഈ വരയ്ക്കുന്ന ഗെയിമിൽ നിനക്ക് പിക്കാസിന് അറിയണേ നീ ഇറങ്ങിക്കോ കളിക്കണ്ട തന്തേനെ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കുന്നത് നിന്റെ അടുത്തൊക്കെ ഞാൻ എന്തിനു പറയാ പിടിച്ചിരിക്കും ഇത് ഈ മാപ്പാണ് ഇത് എനിക്കറിയാം എല്ലാം എവിടെ കൊണ്ടെന്ന് അറിയാം ഇപ്പൊ പിടിച്ചുതരാം ഫസ്റ്റ് എടുത്തന്നെ ഇപ്പൊ പിടിച്ചു കാണിച്ചുതരാം ഞാൻ ഇരുന്ന സ്പോട്ടിലൊക്കെ ആരും ഉണ്ടോ നോക്കട്ടെന്ന് സംശയങ്ങളൊക്കെ ഉണ്ട് ഒരുത്തൻ പറഞ്ഞ പോലെ കഴിഞ്ഞ കളിയുന്ന സ്ഥലം എനിക്ക് അറിയാം വെയിറ്റ് അവൻ അവിടെ ഇത്തവണ ഒരുത്തൻ കാണും ഇതുവരെ പോയിന്റ് വന്നിട്ടില്ല കേട്ടാ ഇവിടെ ആരോ ഇപ്പൊ ഫിഫിയുടെ അടുത്ത് ആരോ ഉണ്ട് കേട്ടോ ഫിഫി വന്ന പോയ വഴി ആരോ ഉണ്ട് ഫിഫി പോയ വഴി ആരോ ഉണ്ട് അവിടെ പോയിന്റ് പെട്ടെന്ന് വന്നു നമുക്ക് എല്ലാവരുടെയും ലൊക്കേഷൻ കാണാലോ അല്ലേ? തിരിച്ചു വരൂല്ലോ. ഫിഫി പോയ വഴി അല്ലല്ലേ അങ്ങനെയാണെങ്കിൽ പോയിന്റ് അപ്ഡേറ്റ് ആയിരുന്നു ഫിഫി ഏത് വഴിയാ പോയ താഴെ കൂടിയാണോ അപ്പൊ ഞാൻ പോയ വഴിയായിരുന്നു ആളുള്ളത് കറണ്ട് പോയേ കഴിഞ്ഞ പ്രാവശ്യം അടുത്തൊന്നും ആരും ഇല്ല കേട്ടോ ഒരു മിനിറ്റ് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുമോ ടീമേറ്റ്സിനെ കാണാൻ പറ്റുമോ ഹരീഷിനെ പിടിച്ചു ആകാശോട് എന്തൊരു ഇരിപ്പിരിക്കണത് വിസിലടിച്ചല്ലോ ആരോ ഗോഡ് വലിയ കളി കളിക്കാൻ നോക്കിയത് കേട്ടാ ബാബുവിന്റെ പിടിച്ചു കറണ്ട് പോയ ബാബുവിനെ പിടിച്ചു അതെന്നെ കണ്ട എനിക്കറിയാം നീ അവിടെ ഇരിക്കുന്നത് നീ എന്റെ നോക്കി അത് നീ പറഞ്ഞോണ്ടാണ് പിടിച്ചത് മനസ്സിലേ ഞാൻ ഫിഫി മെയിൻ കില്ലറാണ് കേട്ടോ കില്ലർ എന്റെ പകുതി നീല കളർ പുറത്ത് ഏറ്റവും മണ്ടയില് പോ സരക്കെ ക്രൗഡ് അത് കൂട്ടോ രണ്ടുപേരേ ഉള്ളു ഇതില് മറ്റേ മനസ്സിലാ പുതിയ ആൾക്കാർ വരത്തില്ല
എടാ മുറ്റേടിയാണിത്. ഫ്ലഫീനെ നോക്കടാ ശരിയായ പ്രൊഫഷണൽ. വിണ്ടല്ലേ അടങ്ങിയിരി കഷ്ടപ്പെട്ടൊക്കെ ഇരിക്കുക. സരക്കെ ആരെയും കണ്ടുപിടിച്ചില്ല സരക്കെ പെട്ടെന്ന് കണ്ടുപിടിച്ചു. ഈ സ്പോർട്സ് എന്തിനു മേടിക്കുന്നത്? ഈ സ്പോർട്സ് എന്തിനു ഇവിടെ ഉണ്ട് ഒരുത്തൻ. ഈ സ്പോർട്സിനാണ് വിപ്സി പ്രൊഫഷണൽ അലീന വല്ല ഒന്നും പറയാനില്ല. അതല്ല കപ്പ് കേക്ക് കശോമൊക്കെ എനിക്ക് അത് കേൾക്കത്തില്ല കേട്ടോ. എവിടെ ഈ സ്പോർട്സിന്റെ പേര് മാത്രം ഫ്ലഫി ഈ സ്പോർട്സിനെ കണ്ടുപിടിക്കാത്ത അത്ഭുതമാണ് സത്യം പറഞ്ഞ. ഈ സ്പോർട്സിനെ അതെന്താ കണ്ടുപിടിക്കുന്നത് ഈ സ്പോർട്സ് ഇങ്ങനെ ഇരിക്കുന്നത്? ഫ്ലഫി മനസ്സിലായില്ലേ ഇത്? ഫ്ലഫി അല്ലേ കോഡ്? ഇവിടെ എവിടെ ഉണ്ട് ഇതിന്റെ എവിടെ ഉണ്ട് ഒരുത്തൻ. ഇവിടെ സൗണ്ട് ഞാൻ ആരും സ്പെക്കാണ് വടുതലേന്. ഓ ഗോഡ് 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 സത്യത്തില് ഗോഡ് എന്റെ ബഗ് ഞാൻ ബഗ് ചത്തതാ. വിപ്സി പ്രൊഫഷണൽ ചലഞ്ച് ചെയ്യട്ടെ. SRK പിടിക്കാൻ പറ്റുവാണല്ലേ? അല്ല അതെന്താന്ന് വെച്ചാല് ഇതില് രണ്ടുപേര് മാത്രമേ ഉള്ളൂ. മറ്റേ ചാവുന്നവര് പിന്നെ ആടാവത്തില്ല. SRK കണ്ടുപിടിച്ച ഇമ്പോസിബിൾ. കൊടുത്തെന്ന് 200 രൂപ അല്ലല്ല അണ്ണ എനിക്ക് 200 തരാമല്ലോ അണ്ണ. അതാണ് SRK കണ്ടുപിടിച്ച അണ്ണ എടുത്തോ. വേണ്ട എനിക്ക് തരണ്ട. എല്ലാരും തരുന്നില്ല അവരൊക്കെ പൈസ. ഫുള്ള് റിവ്യൂ ആണല്ലേ കണ്ടുപിടിക്കുന്നത്. ആർക്കും വേണ്ട. ഈ സ്പോർട്സിനെ തൂക്കിയിട്ടില്ല. ഈ സ്പോർട്സ് കാണും. അണ്ണാ ഈ സ്പോർട്സിന് ഈസി ഇതാ കശവും മുക്കിയ സൂപ്പർമാനെ കടക്കുന്നു. അല്ല എന്നിട്ട് അറിഞ്ഞില്ല ഒരാള് ഓടിപ്പോയി അടുത്തോടെ ഉമ്മയൊക്കെ വെച്ചിട്ട്. കപ്പ് കേക്ക് ഞാൻ പിടിച്ചല്ലേ പിന്നെ ഞാൻ പിടിക്കാനുള്ള പിടിച്ചിട്ടില്ല. ഇതിൽ ഏറ്റവും സിമ്പിൾ സാധനം ഈ സ്പോർട്സ് ആണ്. ഈ സ്പോർട്സിന്റെ ആവശ്യം പിടിക്കത്തില്ല. അതാണ് SRK ഞമുങ്ങിയിരിക്കും നോക്കി. ഞാൻ കൊറേ നേരം വിളിച്ചോണ്ടിരിക്കുന്ന പിന്നെ അത് നീ കൊറേ കഷ്ടപ്പെട്ടാട്ടാ നീ. സൗണ്ട് കേട്ടാ കണ്ടുപിടിച്ചോ? ഇല്ലല്ലോ. ഹരിച്ചേട്ടാ കൈ വേണമെങ്കിൽ കടന്നു. ഫിഫി ആണല്ലേ മൊത്തം കണ്ടുപിടിക്കുന്നത്. ഞാൻ ഇതൊരു ഒന്നും കണ്ടുപിടിച്ചില്ല. ഹരിച്ചേട്ടടുത്ത് ആരും ഉമ്മ വെച്ചിട്ട് പോയി. ഇവർക്ക് മറ്റേ അയ്യോ ഹരീഷ് നല്ല സ്ഥലം ഈ സ്പോർട്സ്. ആ സത്യം അണ്ണന് ഇഷ്ടപ്പെടും ഈ സ്പോർട്സിന്റെ. എനിക്ക് കാണിക്കുന്നില്ല കേട്ടാ. ഉണ്ട് അരിശനുണ്ട്. ഈ സ്പോർട്സിനെ കണ്ടുപിടിക്കാതെ അണ്ണാ കണ്ടില്ലേ? ഇതൊന്നും കാണാൻ വയ്യ. അയ്യോ അണ്ണാ എടാ ഭാഷ മിണ്ടാണ്ടിരിക്കും. അയ്യോ എനിക്ക് ഇവിടെ സൗണ്ട് കേട്ട് കാണുന്നുണ്ട്. ഞാൻ കണ്ടോണ്ടിരിക്കുക ഞാൻ ഇവിടെ അണ്ണന് ഇത് ഇഷ്ടപ്പെട്ടു. എടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാമല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാമോ? സത്യം അണ്ണൻ ബ്ലൈൻഡ് ഇവിടെ എവിടെയല്ലേ കാണുന്നുണ്ടോ? പേര് അവിടെ തന്നെയാണ് വായിക്കോ വെച്ച്
കണ്ണനി ഫ്ലഫീന്ന് നോക്കിയാ ഫ്ലഫീന്ന് നോക്കി അതെങ്ങനെ മാറ്റി അടുത്താളെ നോക്കുന്നത് എങ്ങനെ അണ്ണ ബാക്കിൽ ഇവിടെ ഇങ്ങോട്ട് വാ. ബാക്കിൽ അണ്ണന്റെ ബാക്കില് നേരെ ബാക്കില് പിങ്ക് ചോക്ലേറ്റ് ഉണ്ട് ആ, ഓടി. പിങ്ക് പോടാ ആ വലുതല്ലേ ബിബി ചേച്ചി റൈറ്റില് മുകളില് ആ ഇത് ആ പിങ്ക് ഐസ്ക്രീമിനെ എന്നെ കണ്ടില്ലേ എവിടെ ഹർഷ നിന്നെ നടക്കുന്നു കണ്ട് എന്നെ കണ്ടില്ല എന്നെ എന്നിട്ടും കണ്ടില്ല എടാ, അവിടെ പെയിന്റ് ഒക്കെ അടിച്ചിരുന്നിട്ട് ആ വന്ന് പൊക്കി ഒരുത്തനോട് ഓപ്പണിൽ കിടക്കുന്നു. ബിബി ഇത് പറ്റത്തില്ല ബിബിക്ക് പറ്റത്തില്ല ബിബി എന്റെ അടുത്ത് വന്ന് എന്നെ മുത്തം വെച്ചിട്ടാ പോയത് എന്നാ പോയിന്റ് പോയല്ലോ അണ്ണാ. എന്നിട്ടുമല്ല ഈ ഇതില് 5, 10, 15 പേരെ ഞാൻ കണ്ടുപിടിച്ചു. സരക്ക് ഒരാളെ പോലെ ഇപ്പൊ എനിക്ക് ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ ഞാനെ കണ്ടുപിടിച്ചില്ല നീതി പുലർത്തുന്ന ഒരു സ്ത്രീ